പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കുഞ്ഞെ, നമ്മുടെ ജീവിതത്തിൽ ട്രയൽസ് വരുമ്പോൾ നമ്മൾ അതിനെ വേസ്റ്റ് ചെയ്ത് കളയരുത് കേട്ടോ. നമ്മുടെ ഹൃദയത്തെ ഒന്ന് മൃദുലപ്പെടുത്തി ദൈവത്തോട് ഒന്നുകൂടെ അടുത്ത് കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് ഒന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം കഴിയുമോ? അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 91:1, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അവൻ പറയുന്ന കുറേ കാര്യങ്ങൾ താഴോട്ട് പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ രണ്ട് വാക്കിനൊന്ന് പ്രാധാന്യം കൊടുത്താട്ടെ. അത്യുന്നതൻ്റെ മറവും സർവശക്തൻ്റെ നിഴലും, ഷെയ്ഡ്സ് ആൻഡ് ഷാഡോസ് ഓഫ് ദ ഓൾമൈറ്റി. കുടുംബവുമായി അവിടെ ഒന്ന് ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയുമോ? 1994 ഏപ്രിൽ അമേരിക്കയുടെ പഴയ പ്രസിഡൻറ്റ് റൊണാൾഡ് റീഗൻ ചൈന ഗവൺമെൻറ് ഒഫീഷ്യൽസിനെ കാണാനായിട്ട് ഫ്ലൈ ചെയ്യുമായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് എയർഫോഴ്സ് 1 ഈ തറയുമായിട്ടുള്ള ലാൻഡുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് നഷ്ടപ്പെട്ടു. ആ സമയത്ത് പല സൺസ്പോട്ട് എക്സ്പ്ലോഷൻസ് ഉണ്ടായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് ചില ഗ്യാസ് ലീക്ക് ഔട്ട് ചെയ്തിട്ട് എയർഫോഴ്സും ഭൂമിയുമായിട്ടുള്ള പ്ലാനറ്റ് എർത്തുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷൻ അങ്ങ് ഷട്ട് ഡൗൺ ചെയ്തു. ആ എയ്റോപ്ലെയിന് അതിൻ്റെ കണക്ഷൻ ഭൂമിയുമായി ഒരിക്കലും നഷ്ടപ്പെടാണ്ടാത്തതാണ്. പക്ഷേ നഷ്ടപ്പെട്ടു. കുറേ സമയം they were in the dark. ഞാൻ പറയട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചില സമയത്ത് നമുക്കൊക്കെ ചില ഡാർക്ക് മൊമെൻറ്റിൽ കൂടെ പോകേണ്ടി വന്നിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷനൊക്കെ ചിലപ്പോൾ അങ്ങ് ഷട്ട് ഓഫ് ആയിപ്പോവും. അതിൻ്റെ അർത്ഥം നീ വലിയ പ്രാധാന്യമുള്ള ഈ ലോകത്തിലുള്ള വലിയ ശക്തിയുള്ള മനുഷ്യനാണെന്നുമല്ല. ഈ ലോകത്തിലുള്ള ഏറ്റവും ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള സാധുവായിട്ടുള്ളൊരു മനുഷ്യനാണെന്നും അല്ല എൻ്റെ അർത്ഥം. നീ പണമുള്ളവനാണെങ്കിലും ഇല്ലെങ്കിലും, നീ പ്രായമുള്ളവനാണെങ്കിലും ഇല്ലെങ്കിലും, ഇങ്ങനെയുള്ള അനിശ്ചിതത്തിൻ്റെ സമയങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ വരും. നീ സഹായമില്ലാതെ നിസ്സഹായനായി ഒറ്റയ്ക്ക് നീ ചുമക്കുന്ന ചില ബേർഡനുമായിട്ട് നീ വിഷമിച്ചു പോകുന്നത് ഉണ്ടാകാറില്ലേ? ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? പ്രൈസ് ഗോഡ്. 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. അപ്പം വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത്, അവിടെ നീ കൂടെയുണ്ട്, യേശുവേ നീ കൂടെയുണ്ട്, നിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് നീ പറയുമ്പോഴും ചില സമയങ്ങളിൽ വിളിച്ചു ചോദിച്ചിട്ടില്ലേ, ദൈവമേ നീ എവിടാ, നീ എന്നെ കൈവിട്ടോന്ന്? ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. യേശു കർത്താവ് പോലും ഒരു ഡാർക്ക് മൊമെൻറ്റിനെ ഫേസ് ചെയ്യേണ്ടി വന്നു. അവനത് എൻഡ്യൂർ ചെയ്തു. ദൈവപുത്രനാ. പ്രൈസ് ഗോഡ്. അവൻ്റെ ചുറ്റുമുള്ള ആംബിയൻസ് അവന് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. പക്ഷേ ആ ലോകം മുഴുവൻ, ആ ലാൻഡ് മുഴുവൻ ഇരുട്ട് വന്ന് ഭവിച്ചു. അത് നട്ടുച്ചയ്ക്ക്. കാരണം സൂര്യൻ ഷൈൻ ചെയ്യുന്നത് അങ്ങ് നിർത്തിക്കളഞ്ഞു. അങ്ങനെയുള്ള ചലഞ്ചിങ് മൊമെൻറ്റ്സ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് നാം അകത്തും പുറത്തും ഇരുട്ട് അനുഭവിച്ചിട്ടുള്ള സമയങ്ങൾ വരാറില്ലേ? അങ്ങനെയുള്ള വളരെ ഒബ്സ്ക്യൂറായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുള്ള സമയത്തിൽ യേശു കർത്താവ് ഒരിക്കൽ വിളിച്ചു ചോദിച്ചു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 46-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 27 verse 46.
ഏകദേശം 9 മണി നേരത്തെ യേശു ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അർത്ഥം. കുഞ്ഞെ, നീ തോൽവിയുടെ ഒരു താഴ്വരയിലാണോ ഇപ്പം? നിന്നെ എല്ലാവരും ഉപേക്ഷിച്ച് അംഗീകരിക്കാതെ പരിഗണന തരാതെ ഒരു റിജക്ഷൻ്റെ താഴ്വരയിലാണോ നീ ഇപ്പം? അതോ നീ ഒറ്റപ്പെട്ടുള്ളൊരു താഴ്വരയിലാണോ? അതോ സാമ്പത്തികമായി നീ തകർന്നൊരു താഴ്വരയിൽ കിടക്കുകയാണോ? യേശു കർത്താവ് കരഞ്ഞതുപോലെ നീ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരിക്കും, എന്നെ കൈവിട്ടതെന്തിന്? കുഞ്ഞെ, പ്രിയ ദൈവപൈതലേ, നീ ഒറ്റയ്ക്കല്ല. ദൈവം നിന്നോടുകൂടെയുണ്ട്. ഈ ഇരുണ്ട മൊമെൻറ്റ്, ഈ ഇരുണ്ട സമയമുണ്ടല്ലോ, നീ ഓർത്തു, അതിനെ ഒരു എൻലൈറ്റനിങ് വണ്ണായിട്ട് സ്വർഗത്തിലെ ദൈവം തീർക്കും. പ്രൈസ് ഗോഡ്. ദൈവവുമായി ഒന്നും കൂടെ ഒരു വലിയ സ്നേഹത്തിലേക്ക്, ആഴമായ ബന്ധത്തിലേക്ക് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ദൈവം ഇത് തീർക്കും. അതുകൊണ്ട് ഈ വലിയ സ്റ്റോമിനകത്തും കൊടുങ്കാറ്റിനകത്തും ദൈവം നിന്നെ ഗൈഡ് ചെയ്യും. നീ എന്ത് ചെയ്യണം? റെസ്റ്റ് അണ്ടർ ദ ഷാഡോ ഓഫ് ദ ഓൾമൈറ്റി. റിമെമ്പർ ദാറ്റ് ഈവൻ ഇൻ യുവർ ഡാർക്കസ്റ്റ് അവർ ഗോഡ് ഈസ് വിത്ത് യു. ദൈവം നിന്നെ ഒരിക്കലും വിട്ടേച്ച് പോകത്തില്ല. ദൈവം നിന്നെ കൈവിടത്തില്ല. അവൻ നിന്നോടുകൂടെ ഇരിക്കും. ആർക്കും ഇങ്ങനെയുള്ള പരീക്ഷകളൊന്നും ജീവിതത്തിൽ വരുന്നത് ഇഷ്ടമല്ല. നമ്മുടെയൊക്കെ നേച്ചറിൻ്റെ പ്രകൃതിക്ക് സഫറിങ് വലിയ താല്പര്യം നമുക്ക് ആർക്കും ഇഷ്ടമില്ല. പക്ഷേ ആഴത്തിൽ നോക്കുമ്പോൾ എന്തോ ഒന്നും നമ്മോട് പറയുന്നില്ലേ, സംഗതികൾ ഇങ്ങനെ പോയാൽ പോരാന്ന്. ഞാനിത് കേൾക്കുന്ന ചിലരോട് തന്നെ പരിശുദ്ധാത്മാവിൽ ചോദിക്കുന്നത്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ തോന്നുന്നില്ലേ ഇപ്പോഴത്തെ എൻ്റെ പോക്ക് ശരിയല്ലെന്ന്? ക്രിസ്ത്യാനിറ്റി ഈസ് ഫുൾ ഓഫ് പാരഡോക്സസ്. റോമൻസ് 8:28 നാം കാണുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലത നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിലെ നിൻ്റെ ഡിഫിക്കൽട്ടീസ്, നിൻ്റെ സ്ട്രഗിൾസ്, നിൻ്റെ ടെംപ്റ്റേഷൻ, അതെല്ലാം ദൈവത്തെ നിന്നിൽ പൂർണ്ണമായി വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഒന്ന് കാണാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. ക്രൂശിൽ പോലും നമ്മൾ കണ്ട പാരഡോക്സ് നമുക്ക് മറക്കാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ഞാൻ ഒരു വാക്യം കൊണ്ടുവരട്ടെ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിനാണ് എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. 16-ാമത്തെ വാക്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. പ്രൈസ് ഗോഡ്. ഈ ലോകത്തെ മുഴുവൻ പാപം മൂടിയപ്പോൾ വളരെ ഇന്നസെൻ്റായിട്ടുള്ളൊരു വ്യക്തി, ഒരിക്കലും പാപം ചെയ്യാത്തൊരു വ്യക്തി, നീതിമാനായ യേശു ക്രൂശിൽ നമുക്ക് പകരം ആ സ്ഥാനം ഏറ്റെടുത്തു. നാം ഡിസേർവ് ചെയ്തിരുന്ന, നാം അറിയിക്കുന്ന സകല പണിഷ്മെൻറ്റും അവൻ വഹിച്ചു. ഒന്നോർത്ത് നോക്കിക്കേ, എല്ലാം അവൻ വഹിച്ചു. ഭയങ്കര ഇരുണ്ട അവസ്ഥയാണ് അല്ലേ? വേദനയുടെ അവസ്ഥയാണ്. സൃഷ്ടി പോലും ആ സൃഷ്ടാവിൻ്റെ മരണത്തിൽ റെസ്പോണ്ട് ചെയ്തു അല്ലേ? ഭൂകമ്പം ഉണ്ടായി, ഭൂമി മുഴുവൻ ഇരുണ്ടു അല്ലേ? നട്ടുച്ചയ്ക്ക് ഇരുണ്ടു. ഞാൻ പറയട്ടെ, ഇതെല്ലാം നമുക്ക് ഓർത്തിരിക്കുവാനുള്ള സംഗതിയാണ്. ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപത്തെ യേശു കർത്താവ് ചുമന്ന് ലോകത്തെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി, ഞാൻ പറയും, ദിസ് ഈസ് ദ മോസ്റ്റ് ക്രൂഷ്യൽ മൊമെൻ്റ് ഇൻ ഹിസ്റ്ററി. ആ സമയം ലൈറ്റ് മാറി, ഇരുട്ട് വന്ന് കവർ ചെയ്തു. യേശു കർത്താവ് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ ഭരമേൽപ്പിച്ചു. എത്ര അതിശയകരം അല്ലേ? The cross is indeed the centerpiece of Christianity. Praise God. Jesus took his darkest moment and turned it into light. ആർക്കും ട്രയൽസ് ഇഷ്ടമല്ല, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ. പക്ഷേ നമ്മിൽ നിന്ന് അവൻ എന്താഗ്രഹിക്കുന്നു, God will bring what we need from what we do not want. നമ്മൾ ആഗ്രഹിക്കാത്ത ചില സംഗതികളൊക്കെ ഉണ്ടല്ലോ,
അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ചിലതിനെ ദൈവം പുറത്തെടുത്ത് തരും. പ്രൈസ് ഗോഡ്. ആ കയ്പുള്ള പാനപാത്രം കുടിപ്പാൻ മേലായിരുന്നു. എന്നാൽ യേശു കർത്താവ് എപ്പോഴും പറഞ്ഞ എന്തുവാ? എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. അത് നടന്നല്ലേ ഗോഡ് വിൽ ബ്രിങ് വാട്ട് യു നീഡ് ഫ്രം വാട്ട് യു ഡു നോട്ട് വോണ്ട്. നിനക്ക് വേണ്ടാത്ത ചിലതിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ള ചിലതിനെ ദൈവത്തിന് കൊണ്ടുവരാൻ കഴിയും. പ്രൈസ് ഗോഡ്. കാരണം ദൈവത്തിന് നമ്മെ കഴിഞ്ഞും നല്ലതായിട്ട് എല്ലാ കാര്യവും അറിയാം. നമുക്കെന്താണ് ആവശ്യമെന്നുള്ളതും അവനറിയാം. അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന പരിശോധനകൾ, കുടുംബജീവിതത്തിൽ വരുന്ന ട്രയൽസ് ഒന്നും അതിനെ വേസ്റ്റാക്കി കളയരുത്. കണ്ണുകളടയ്ക്കാം. കർത്താവേ സ്തോത്രം. പരീക്ഷകളുടെയും പരിശോധനകളുടെയും ചാലഞ്ചസിൻ്റെയും ട്രയൽസിൻ്റെയും എല്ലാം മധ്യത്തിൽ, ഇരുട്ടിൻ്റെ മധ്യത്തിൽ വെളിച്ചം തരുന്ന കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ. പ്രൈസ് ലോർഡ്.